നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവர்களോട് ബഹുമാനവും ആദരവും ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കും, ഇന്നും പ്രാർത്ഥിച്ചു. അതിന് പല കാരണമുണ്ട്. വേദപുസ്തകത്തിൽ പ്രമാണമുണ്ട്, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് സഹോദരന്മാരോട് പറയാം, വെമ്പളയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും പിണറായി വിജയന് വേണ്ടി പ്രാർത്ഥിക്കണം. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ എനിക്ക് അദ്ദേഹത്തോട് ആദരവും ബഹുമാനവും ഒക്കെ. അദ്ദേഹത്തിന് ഇത് വിശ്വാസമോ ദൈവത്തിൽ വിശ്വാസമോ ഉണ്ട്, അതൊന്നും എൻ്റെ വിഷയമല്ല. അതൊക്കെ വ്യക്തിപരമായ കാര്യമാണ്. എൻ്റെ കാര്യം അങ്ങ് പറയുക. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പല കാര്യങ്ങളിൽ ഒരു കാരണം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. നല്ല തൻ്റെ ഇടം ഉള്ളവന് ഒരു കാര്യം പറഞ്ഞാൽ തിരിച്ചും മറിച്ചും വർത്താനം പറയുകയല്ല. രണ്ട്, അടുത്ത സമയത്ത് നമ്മുടെ ഒരു യോഗത്തിന് ചിലര് കയറി പ്രശ്നമുണ്ടായി. ചിലരെല്ലാം RSSകാരാ ഇവിടെ പ്രശ്നമുണ്ടാക്കി. അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ടാക്കിയ സമയത്ത് അദ്ദേഹം അവിടെ വന്ന് ഒരു പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹം നല്ല തീർത്ത കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് എവിടെ വേണേലും പ്രാർത്ഥന നടത്താം. എന്നാ ചിലർക്കൊക്കെ ഒരു അരിതാഴിയ പോലെ അദ്ദേഹം പറഞ്ഞത്, എവിടെ വേണേലും നിങ്ങൾക്ക് പ്രാർത്ഥന നടത്താം. സഞ്ചാര സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചല്ലോ. പിന്നെ അനുവാദമില്ലാതെ ആരുടെയും വീട്ടിൽ ചെല്ലാനും ആരുടെയും മുറ്റത്തൊന്നും കയറി യോഗം നടത്തരുത്. അത് ശരിയല്ല. റോഡിലും മുക്കിലുമൊക്കെ നമുക്ക് നിൽക്കാം. അതുകൊണ്ട് വേറെ പുസ്തകം പിടിച്ചോണ്ട് റോഡിനെ മുക്കിൽ നിൽക്കുമ്പോൾ പോന്ന് പറഞ്ഞാൽ ഓടരുത്, അവിടെ തന്നെ നിന്നോണം. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ നിന്നോളാം. പിന്നെ കർത്താവ് നമുക്ക് തുണയാമല്ലോ. പിന്നെ രണ്ട് തല്ല് കൊള്ളും. കൊള്ളുന്ന നല്ലതാ. ഞാൻ പറയാറുണ്ട്, ഞാൻ തന്നെ തല്ല് കൊണ്ട് വെച്ച് പോകത്തില്ല, മുഴുവൻ എണ്ണത്തിനെ കൊല്ലിച്ചേച്ച്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഒരു കാര്യം, ഈ മന്ത്രിസഭയ്ക്ക് വേണ്ടി ശക്തമായിട്ട് ദൈവകുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം. വിശേഷിച്ച് മുഖ്യമന്ത്രിക്ക് ദൈവം ആയുസ്സും ആരോഗ്യം കൊടുക്കാൻ പ്രാർത്ഥിക്കണം. മറ്റ് മന്ത്രിമാരെ ഓർത്തും പ്രാർത്ഥിക്കണം. നമുക്ക് വ്യവസ്ഥയുണ്ട്, അങ്ങനെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം പറഞ്ഞ വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ബഹുമാനം. നിങ്ങൾക്ക് പ്രാർത്ഥന നടത്തുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന്. അതുകൊണ്ട് ഇവിടെയും കുഴപ്പമില്ല, എവിടെയും കുഴപ്പമില്ല. അല്ലാതെ ഇപ്പൊ ഇവിടെ നടത്താനോ അല്ല അപ്പുറം കൊണ്ട് മാറിയൊരു വഴി നടത്തുന്നതിനും ഒരു തടസ്സവും ഇല്ല. ദൈവമക്കൾ നടത്തിക്കോണം, ഒരു കുഴപ്പവും വരികയില്ല. ദൈവം നമ്മുടെ കൂടുണ്ട്, മുഖ്യമന്ത്രി നമ്മുടെ കൂടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഈ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വേണ്ടിയല്ല, നമ്മുടെ കൺവെൻഷന്റെ ആദ്യ ദിവസം അല്ലയോ ചോദിച്ചാൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, കണ്ണടയ്ക്കാൻ എല്ലാവരും കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ച് കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കേരളത്തിൽ സമാധാനം ഉണ്ടാകട്ടെ, ശാന്തതയുണ്ടാകട്ടെ. എല്ലാവരും ഐക്യതയോടെ സൗമ്യതയോടെ സ്നേഹത്തിൽ ജീവിക്കുവാൻ, യാതൊരു പ്രശ്ന കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാകാതെ ഈ രാജ്യത്തെ ദൈവം സഹായിപ്പാൻ, ഇവിടെ ഭരിക്കുന്നവർക്കെല്ലാം ദൈവം ആയുസ്സും ആരോഗ്യവും ദൈവകൃപയും കൊടുക്കേണ്ടതിനായി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മറ്റേ മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, MLA-മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, MP-മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വാർഡ് മെമ്പർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ വാർഡ് മുതൽ അങ്ങനെ ഭരണതലത്തിലുള്ള എല്ലാവരും ഓർത്ത് അല്പസമയങ്ങൾ എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ജാതീയ സ്പർദ്ധകൾ ഉണ്ടാകാതിരിക്കുവാൻ, ജാതീയ വർഗീയതകളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ, എല്ലാവരും സമാധാനമായി സന്തോഷമായി സ്നേഹത്തിൽ ദൈവസ്നേഹത്തിൽ ജീവിക്കേണ്ടതിന് ഈ രാജ്യത്തെ ദൈവം രക്ഷിക്കുവാൻ, ഈ രാജ്യത്തെ അനുഗ്രഹിപ്പാൻ, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കുമാണ് ഐശ്വര്യത്തിൽ